എല്ലാ ധനുരാശിക്കാർക്കും ഓഗസ്റ്റ് മാസഫലത്തിലേക്ക് സ്വാഗതം. ധനുരാശിക്കാർക്ക് സാമ്പത്തികമായി അപ്രതീക്ഷിത ഭാഗ്യം ഉണ്ടാകും. പൂർവീക സ്വത്തുക്കൾ വഴിയും വിദേശവാസം വഴിയും ധനവർദ്ധനവ് ഉണ്ടാകും. മുൻപ് കടം കൊടുത്ത ആളുകൾ തിരിച്ചു തരാതെ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ പണം തിരിച്ചു തരുവാൻ സാധ്യതയുണ്ട്. വീണ്ടും കടം ആരെങ്കിലും ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ തൽക്കാലം കൊടുക്കാതെ ഇരിക്കുന്നതായിരിക്കും കൂടുതൽ ഗുണം ചെയ്യുക. കർമ്മമേഖലയിൽ പൊതുവെ അനുകൂലമാണ് എങ്കിലും രേഖകൾ, സർട്ടിഫിക്കറ്റ്, നമ്മുടെ ആശയവിനിമയം, ഐഡന്റിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇവയിൽ ചില പ്രയാസങ്ങൾ ഉണ്ടാകാം. എന്നതിനാൽ അത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരു സ്ഥലം വാങ്ങുകയാണ് എങ്കിൽ അതിൻ്റെ രേഖയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അത്തരം മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ ആർക്കാണോ അത് ചെയ്തു കൊടുക്കുന്നത് അതിൽ ഇത്തരം കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കുക. ബിസിനസ്സിൽ ധനുരാശിക്കാർക്ക് വളരെ നല്ല കാലമാണ്. സോഷ്യൽ മീഡിയ, അഡ്വർടൈസ്മെന്റ്, എഡ്യൂക്കേഷൻ, മാരേജ് ബ്യൂറോ, ഇവന്റ് മാനേജ്മെന്റ് എന്നീ മേഖലയിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകും. സോഷ്യൽ മീഡിയ ഫോളോവേഴ്സ് വർദ്ധിക്കും. അതിനാൽ ഈ അവസരം വളരെ ഭംഗിയായി ഉപയോഗിക്കുക. ആരോഗ്യപരമായി ധനുരാശിക്കാർക്ക് അല്പം ശ്രദ്ധിക്കേണ്ട മാസമാണ്. 6-ൽ ചൊവ്വ നിൽക്കുന്നതിനാലും 6-ാം ഭാവാധിപന്റെ കേതുയോഗവും ശരീരത്തിന് മുറിവ്, ചതവ്, ഒടിവ് എന്നിവ വരാനും തുടർന്ന് അതിന് ചികിത്സ വേണ്ടി വരുന്നതിലേക്കും കാര്യങ്ങൾ നയിച്ചേക്കാം. അതിലൂടെ ധനനഷ്ടങ്ങൾ ഉണ്ടായേക്കാനും ഇടയുണ്ട്. അതിനാൽ ആരോഗ്യപരമായ കാര്യങ്ങളിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളിലും അല്പം ശ്രദ്ധ ആവശ്യമാണ്. കുടുംബപരമായി ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകാം. സന്താനങ്ങളുമായി അഭിപ്രായ വ്യത്യാസം, കുടുംബത്തിൽ സ്വത്ത് തർക്കങ്ങൾ തുടങ്ങിയവ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധ വേണം. അറേഞ്ച്ഡ് മാരേജിന് ശ്രമിക്കുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള കാലമാണ്. ഇത്രയുമാണ് ധനു രാശിയുമായി ബന്ധപ്പെട്ട് ഈ മാസത്തെ ഫലങ്ങളായിട്ട് പറയുവാനുള്ളത്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായി എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കമന്റുകൾ, നിർദ്ദേശങ്ങൾ രേഖപ്പെടുത്തുക. ഏവർക്കും നല്ല ഒരു ഓഗസ്റ്റ് മാസം ആശംസിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.